A rectangular loop carrying a current I is situated near a long straight wire such that the wire is parallel to the one of the sides of the loop and is the plane of the loop. If a steady current I is established in wire as shown in the figure, the loop will. ലൂപ്പ് എങ്ങോട്ട് മൂവ് ചെയ്യും? റൊട്ടേറ്റ് ചെയ്യുമോ, മൂവ് ചെയ്യുമോ? അല്ലേ, റൊട്ടേറ്റ് അബൌട്ട് ഇറ്റ്സ് ആക്സിസ് പാരലൽ ടു ദ വയർ ആണോ, അതോ മൂവ് അവേ ഫ്രം ദ വയർ ഓർ ടുവേഴ്സ് ദ റൈറ്റ്, മൂവ് ടുവേഴ്സ് ദ വയർ, റിമെയിൻ സ്റ്റേഷനറി. ഈ ലൂപ്പിന് എന്ത് സംഭവിക്കും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ക്വസ്റ്റ്യൻ ഞാൻ ഒരിക്കൽ കൂടെ പറയാം. അതായത് ഇവിടെ ഒരു വയർ വെച്ചിട്ടുണ്ട് അല്ലേ, ഒരു വയർ വെച്ചിട്ടുണ്ട്. ഈ വയർ കൂടെ എന്ത് ചെയ്യുന്നു? ഐ എന്ന് പറയുന്ന കറണ്ട് മുകളിലോട്ട് പാസ് ചെയ്യുന്നു. അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു ലൂപ്പ് വെച്ചിട്ടുണ്ട്, റെക്റ്റാങ്കുലർ ഷേപ്പിലുള്ള ഒരു ലൂപ്പ് വെച്ചിട്ടുണ്ട്. ആ ലൂപ്പിൽ കൂടെ കറണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഡയറക്ഷനിൽ, അതായത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ എന്ത് ചെയ്യുന്നുണ്ട്? മൂവ് ചെയ്യുന്നുണ്ട്. അങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ആ കോയിലിന് എന്തെങ്കിലും ഫോഴ്സ് ആക്ട് ചെയ്യുമോ? ഫോഴ്സ് ആക്ട് ചെയ്യുകയാണെങ്കിൽ ആ ഫോഴ്സ് കാരണം അതിന് എന്ത് സംഭവിക്കും എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം, ഒരു വയറിൽ കൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ അതൊരു മാഗ്നറ്റായി മാറുകയും അതിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുകയും ചെയ്യും. കറണ്ട് മുകളിലോട്ടാണ് പോകുന്നതെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ ആയിരിക്കും അല്ലേ, ഇങ്ങനെ ആയിരിക്കും. അതായത് ഈ വയറിൻ്റെ റൈറ്റ് സൈഡിൽ മാഗ്നറ്റിക് ഫീൽഡ് ഇൻ ടു ദ പേപ്പറും ലെഫ്റ്റ് സൈഡിൽ ഔട്ട് ഓഫ് ദ പേപ്പറും ആയിരിക്കും. റൈറ്റ് ആൻഡ് തമ്പ് റൂൾ ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ പറ്റും. കറണ്ട് മുകളിലോട്ടാണെങ്കിൽ റൈറ്റ് സൈഡിൽ ഇൻ ടു ദ പേപ്പറും ലെഫ്റ്റ് സൈഡിൽ ഔട്ട് ഓഫ് ദ പേപ്പറും ആയിരിക്കും. അപ്പോൾ ഈ കോയിലിരിക്കുന്നത് റൈറ്റ് സൈഡിലായതുകൊണ്ട് ഇവിടെ എല്ലാം മാഗ്നറ്റിക് ഫീൽഡ് എങ്ങോട്ടായിരിക്കും? ഇൻ ടു ദ പേപ്പർ ആയിരിക്കും, ഇൻ ടു ദ പേപ്പർ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിൽ നമുക്കറിയാം, മാഗ്നറ്റിക് ഫീൽഡുള്ള ഒരു സ്ഥലത്ത് വയർ വെച്ചിട്ട് ആ വയർ കൂടെ കറണ്ട് പാസ് ചെയ്താൽ ആ വയറിൽ എന്ത് ആക്ട് ചെയ്യും? ഫോഴ്സ് ആക്ട് ചെയ്യും. ആ വയറിൽ ഫോഴ്സ് ആക്ട് ചെയ്യും. ആ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ നമുക്ക് വേണം. ആ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ ഒന്നുകിൽ നിങ്ങൾക്ക് ഫ്ലെമിങ്സിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഫോഴ്സ് കണ്ടുപിടിക്കേണ്ട ഫോമുല എന്തായിരുന്നു? I × L×V ആയിരുന്നു അല്ലേ. ഇതാണ് നമ്മുടെ ഫോമുല, L×V. ഈ L×Vയുടെ ഡയറക്ഷൻ്റെ L×V എങ്ങോട്ടാണോ അങ്ങോട്ടായിരിക്കും ഫോഴ്സിൻ്റെ ഡയറക്ഷൻ. അതായത് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ഉപയോഗിച്ചും കണ്ടുപിടിക്കാം. അങ്ങനെ കണ്ടുപിടിക്കുക, ഡയറക്ഷൻ കണ്ടുപിടിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഈ ഒന്നാമത്തെ പാർട്ട്, അതായത് ഈ വര, ഈ ഒന്നാമത്തെ വയറിൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് ഇവിടെ ഇൻ ടു ദ ബോർഡാണ് മാഗ്നറ്റിക് ഫീൽഡ്. ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഉപയോഗിക്കുകയാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ബോർഡിൻ്റെ അകത്തോട്ടും കറണ്ട് മുകളിലോട്ടും ആയതുകൊണ്ട് ഫോഴ്സ് ആക്ട് ചെയ്യുക എങ്ങോട്ടായിരിക്കും? ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് ലെഫ്റ്റിലോട്ടായിരിക്കും. ഓക്കെ, അതുപോലെ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഇഷ്ടമില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ റൈറ്റ് സൈഡ് ഉപയോഗിച്ചാൽ ഫോഴ്സ് എങ്ങോട്ടായിരിക്കും? നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും, കാരണം കറണ്ട് താഴോട്ടായി. ഇനി മുകളിലത്തെ വയർ, ഏറ്റവും മുകളിലത്തെ വയറിൽ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡ് ബോർഡിൻ്റെ അകത്തോട്ടാണ്, കറണ്ട് റൈറ്റിലോട്ടാണ്. അപ്പോൾ ഫോഴ്സ് ആക്ട് ചെയ്യാൻ മുകളിലോട്ടായിരിക്കും, ഇവിടെ താഴോട്ടുമായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാ ഫോഴ്സും തമ്മിൽ ക്യാൻസലായി പോയി ദ വയർ എന്ത് ചെയ്യും? റിമെയിൻ സ്റ്റേഷനറി ആയിരിക്കും എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ അതല്ല ആൻസർ. ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് എന്തല്ല, യൂണിഫോം അല്ല. നമുക്കറിയാം, ഒരു വയറിൽ കൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ ഈ വയറിൻ്റെ അടുത്ത് മാഗ്നറ്റിക് ഫീൽഡ് ഭയങ്കര സ്ട്രോങ് ആയിരിക്കും. ദൂരോട്ട് പോകുന്തോറും മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് എന്ത് ചെയ്യും? കുറഞ്ഞു വരും. അപ്പോൾ ഈ ഫോഴ്സ് കണ്ടുപിടിക്കേണ്ട ഫോമുല ILB sin θ ആണ്. ഇവിടെ sin θയുടെ ആവശ്യമില്ല, കാരണം θ 90 ആണ്. പെർപെൻഡിക്കുലർ ആയിട്ടാണ് മാഗ്നറ്റിക് ഫീൽഡ് ആക്ട് ചെയ്യണം അല്ലേ. അപ്പോൾ കറണ്ട് എല്ലായിടത്തും സെയിം ആണ് അല്ലേ. എങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് എവിടെയാണോ കൂടുതൽ, അവിടെ ആയിരിക്കും ഫോഴ്സ് കൂടുതൽ ആക്ട് ചെയ്യുക. അപ്പോൾ നമുക്കറിയാം, വയറിൻ്റെ അടുത്താണ് മാഗ്നറ്റിക് ഫീൽഡ് ഏറ്റവും കൂടുതലായിട്ട് വരിക അല്ലേ. വയറിൻ്റെ അടുത്തായിരിക്കും മാഗ്നറ്റിക് ഫീൽഡ് കൂടുതലായിട്ട് വരിക. അപ്പോൾ വയറിൻ്റെ അടുത്ത്, അതായത് ഇവിടെ ഇങ്ങോട്ട് ആക്ട് ചെയ്യുന്ന ഈ ഫോഴ്സ് ആയിരിക്കും കൂടുതൽ, ഈ ഫോഴ്സ് എന്തായിരിക്കും? കുറവായിരിക്കും. ഈ രണ്ട് ഫോഴ്സും ക്യാൻസലായി പോകും. കാരണം ഇവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് തന്നെയായിരിക്കും ഇവിടെ ആക്ട് ചെയ്യുക. കാരണം ഈ രണ്ട് പോയിൻറ്റുകളും വയറിൽ നിന്നും ഒരേ ഡിസ്റ്റൻസ് അകലെയാണ്. അതേപോലെ ഇവിടെ 2 പോയിൻ്റ് എടുത്താൽ അവിടെയും ആ 2 പോയിൻറ്റുകൾ ഒരേ ഡിസ്റ്റൻസ് അകലെ ആയതുകൊണ്ട് ഈ രണ്ട് ഫോഴ്സുകളും ഈക്വലും ഓപ്പോസിറ്റുമായി ക്യാൻസലായി പോകും. പക്ഷേ ഈ ലെഫ്റ്റ് സൈഡിലെ വയറിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സും റൈറ്റ് സൈഡിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സും ഈക്വൽ അല്ല. ഇതിന് സ്ട്രെങ്ത് കുറവും ഇതിന് സ്ട്രെങ്ത് കൂടുതലുമായതുകൊണ്ട് ടോട്ടൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് ലെഫ്റ്റിലോട്ടായിരിക്കും. അത് കാരണം ഈ ബോഡിയല്ല, ഈ റെക്റ്റാങ്കുലർ ലൂപ്പ് വയറിൻ്റെ അടുത്തേക്ക് മൂവ് ചെയ്യും. അതായത് മൂവ് ടുവേഴ്സ് ദ വയറാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. ഓക്കെ, ക്യാൻസലായി പോവില്ല എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് എല്ലായിടത്തും ഒരുപോലെ അല്ല.